ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്നൊരു മോർണിംഗ് റൂട്ടീൻ കാണാം. അപ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്നിട്ടിരിക്കുന്നതാണ്. ഞാൻ ഹായ് കാണിക്കുകയാണ്. ഞാൻ ഉറങ്ങിയിട്ട് പല്ലേക്ക് അതിനാൻ സംസാരിക്കത്തില്ല. അതാണ് ഞാൻ ഈ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഗായ്സ് ഇന്നലെ ഞാൻ എണീറ്റിട്ട് എൻ്റെ ബെഡ് ഒന്ന് മര്യാദയ്ക്ക് വിരിക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് എൻ്റെ ബെഡ് മര്യാദയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നല്ല എന്തൊക്കെയോ ഭയങ്കരമായിട്ട് നന്നായിട്ട് തോന്നും ലൈഫിൽ. പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല, എന്നാലും ആരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ബെഡ് എപ്പോഴും നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നന്ന് വൃത്തിയായിട്ട് മടക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫിലെല്ലാം നല്ല സംഭവിക്കും. അങ്ങനെയൊന്നും അല്ല, പക്ഷെ ഞാൻ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയോ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അതുകൊണ്ട് എനിക്കെൻ്റെ ബെഡ് അങ്ങനെ ഇടാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ ഒരു വിഷയമൊന്നുമില്ല. അപ്പോൾ ചുമ്മാ അതൊക്കെ ചെയ്യുവാണ്. ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കാം. എന്നിട്ട് ഞാനത് നിങ്ങളെ കാണിക്കുവാണ്. പിന്നെ ഞാൻ പല്ല് തേക്കണം. അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് വരാം. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് പറഞ്ഞാൽ സെറ്റഫിലിൻ്റെ ഫേസ് വാഷാണ്. നല്ല ജെൻറ്റിലായിട്ടുള്ള ഫേസ് വാഷാണ്. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും പറയുന്ന മാതിരി. എന്നിട്ട് ഞാൻ ഒറ്റ കയ്യിൽ എൻ്റെ ക്യാമറ പിടിച്ചിട്ടാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് എൻ്റെ ഫേസ് വാഷ് ഇടുന്ന മുഖം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നു. ഇനിയും നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കുടിക്കണം. ആക്ച്വലി എനിക്ക് ചായ കുടിക്കാനാണ് ഇഷ്ടം എണീറ്റ് കഴിയുമ്പോൾ. പക്ഷേ ഞാൻ വീട്ടിൽ കാണിക്കുന്നതല്ല, എനിക്കിവിടെ ചായ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്. ഇനി ഞാൻ ഫ്രഷ് ആയിട്ട് വന്നു. പെട്ടെന്ന് ഇപ്പോൾ എല്ലാം പറയുന്നത്. ഞാൻ എൻ്റെ ഫസ്റ്റ് തന്നെ കമ്മലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇല്ലെങ്കിൽ ഞാൻ ഒരു മാതിരി ഉറക്കത്തിൽ എണീറ്റ് വന്ന പോലെ തന്നെ ഇരിക്കും. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ മുട്ടിയൊക്കെ എന്തെങ്കിലും കാണിച്ചിട്ട് കമ്മലിട്ട് കൊടുക്കുകയാണ്. അപ്പം എന്നിട്ട് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ മാത്രമാണ് ഞാൻ കോളേജിൽ പോകുമ്പോൾ ചെയ്യാറുള്ളൂ. അപ്പം കമ്മലൊക്കെ ഇട്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാമായിരുന്നു. തണുപ്പ് പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യമേ ഞാൻ തന്നെ വോയിസ് വെച്ച് പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ ഭയങ്കരമായിട്ട് ഒച്ച വരുമായിരുന്നു ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ പറയുന്ന ഫസ്റ്റ് തന്നെ എൻ്റെ ഡ്രൈ സ്കിന്നായ കാരണം ഞാൻ ലിപ്സൊക്കെ ഭയങ്കര ഡ്രൈ ആണ്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് വാസ്ലിൻ ഇട്ട് കൊടുക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വാസ്ലൈൻ എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഭയങ്കര ഡ്രൈ ആണ് ഇവിടുത്തെ ക്ലൈമറ്റ്, പിന്നെ ഭയങ്കര പൊടിയുമാണ്. അപ്പോൾ ഞാൻ വാസ്ലൈൻ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഈ പ്ലമ്മിൻ്റെ ഒരു റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്, ഒരു ടോണർ. അപ്പം അത് നല്ലതാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇത് യൂസ് ആക്കാറുണ്ട്. മുഖം ഭയങ്കര സോഫ്റ്റൊക്കെ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോണർ യൂസ് ചെയ്യുന്നതെന്നാണ് എനിക്കൊരു അറിവ്. പിന്നെ സ്കിന്നൊക്കെ ഈവൻ ആക്കും എന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പം ഞാൻ എന്നിട്ട് എൻ്റെ ടോണർ അടിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ടാപ്പ് 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 ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞാൻ അതൊക്കെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കണം. അത് നെക്സ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ്. എനിക്കിങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. അപ്പം ഞാൻ ക്ലെൻസ് ചെയ്തു, ടോണർ യൂസ് ചെയ്തു, പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഡോക്ടർ ഷെത്ത് ഹെൽത്തിൻ്റെ എന്തോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ബൈ 1 get 1 ഫ്രീ ഉള്ളപ്പോഴാണ് ഞാൻ എപ്പോഴും ഇത് വാങ്ങാറ്. അപ്പോൾ നമുക്ക് 500-ന് 2 കിട്ടും. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് ഇവിടെ 3 finger റൂൾ ചെയ്യണം എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ഞാനും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ എനിക്കിപ്പോൾ ഈയിടെയായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാനാണ് ഇഷ്ടം. ഇങ്ങനെ ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്യാനാണ് ഇഷ്ടം മറ്റേതിനേക്കാളും. അപ്പോൾ ഇതാണ് എനിക്ക് കൂടുതലും കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യാറ്. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മളിങ്ങനെ തേച്ച് കൊടുക്കണം. ആക്ച്വലി കഴുത്തിലും തേക്കണമായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാനത് മറന്നുപോയി കാരണം ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ചെയ്യണം, എന്നെപ്പോലെ ആവരുത്. നിങ്ങളതൊക്കെ തേച്ച് കൊടുക്കുക നല്ലോണം ഗായ്സ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. ഈ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര നല്ലതാണ് സ്കിന്നിന്, അങ്ങനെയാണ് എല്ലാവരും പറയാറ്. എൻ്റെ സ്കിന്നിന് നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ മോയ്സ്ചറൈസറാണ് നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി മോയ്സ്ചറൈസർ കഴിഞ്ഞിട്ടാണ് സൺസ്ക്രീൻ ഇടേണ്ടത്. പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. ഇല്ലെങ്കിൽ മുഖം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓയിൽ പോലെ ഇരിക്കുമ്പോൾ എനിക്കത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ സ്കിന്നിന് എന്താണോ നന്നായിട്ട് തോന്നുന്നത് അതേമാതിരി ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് നിങ്ങൾ കാണുന്ന ഒരു ഇൻഫ്ലുവൻസർ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നിങ്ങൾ ഒരിക്കലും ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണോ നന്നായിട്ട് ഫീൽ ചെയ്യുന്നത് അതേമാതിരി ചെയ്താൽ മതി. ഞാൻ കുറച്ച് കൂടുതലെടുത്ത് വാരിയിട്ടതെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ തുടച്ച് കളയാണത്. അവരെല്ലാം ശരിയാക്കി. അത് കഴിഞ്ഞ് എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് എൻ്റെ ഫേവറേറ്റ്, അതാണ് എൻ്റെ ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഞാനിവിടെ 2 ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ ഫേവറേറ്റ് മാമ-എർത്തിൻ്റെ ന്യൂഡ് ബ്രൗൺ ആണിത്. എന്തോ ഹണി ബ്ലഷ് അങ്ങനെ എന്തോ ആണ് ആ ഷെയ്ഡിൻ്റെ പേര്. പക്ഷേ ചില സമയത്ത് ഞാൻ ആ മാമ-എർത്തിൻ്റെ ലിപ്സ്റ്റിക്ക് മാത്രം യൂസ് ചെയ്യും. പക്ഷേ ചില സമയത്ത് ഞാനിതിനെ ഒരു പിങ്ക് ലിപ്പ് ലൈനർ വെച്ചിട്ട് ഞാൻ ആദ്യമേ ഒരു കളർ അടിച്ച് കൊടുക്കും. അതാണ് എനിക്ക് ചിലപ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡ് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ആദ്യമേ ഈ പിങ്കും ബ്രൗണും കൂടി മിക്സ് ആക്കിയിട്ടൊരു ഷെയ്ഡ് ഇടും. ഈ മിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും, 2-3 ഷെയ്ഡ് ഇട്ടിട്ടായിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ഉണ്ടാക്കുക. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ പിങ്ക് ഷെയ്ഡ്സാണ് എനിക്ക് കൂടുതലും നന്നായിട്ട് ഫീൽ ചെയ്യാറ്. അപ്പം ഞാൻ ഇതും
എൻ്റെ ഈ രണ്ടാമത്തെ ലിപ്സ്റ്റിക്കും കൂടി മിക്സ് ആക്കിയിട്ട് ഇടുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ ലിപ്സ്റ്റിക്കല്ല, ഇതാണ് എൻ്റെ ആദ്യത്തെ ലിപ്സ്റ്റിക്ക്, മറ്റേത് എൻ്റെ ലിപ്പ് ലൈനറാണ്. രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്യാറ്. ഓക്കേ, കണ്ടപ്പോൾ നന്നായിട്ടുണ്ട്. മുഖമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ബ്രൈറ്റായിട്ട് ഫീൽ ചെയ്യും എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കണം, എന്ത് എക്സ്പ്രഷൻ ഒന്നും അറിയില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ബ്ലഷോ അതെന്തെങ്കിലുമൊക്കെ ഇടാം വേണമെങ്കിൽ. ഞാൻ ചുമ്മാ അങ്ങനെ ഇടാമെന്നാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. ഇച്ചിരി വിട്ടോ എന്നൊരു ഡൗട്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പൊട്ട് വെച്ചു കൂട്ടാ, പിന്നെ കണ്ണെഴുതി. കാരണം എനിക്കതൊന്നും ക്യാമറയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അത് തന്നെ. നെക്സ്റ്റ് എനിക്ക് മുടി കെട്ടണമായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും ടാസ്ക്കുള്ള പരിപാടി. എനിക്ക് മുടി കെട്ടാൻ ഒട്ടും ഇഷ്ടമല്ല. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് മുടി ചീവി കൊടുക്കുകയാണ്. ഞാൻ ഇന്നലെ എണ്ണയ്ക്കിട്ട് നല്ല സെറ്റാക്കി വെച്ചതാണ് മുടി. എനിക്ക് മുടി കെട്ടാൻ ഒട്ടും ഇഷ്ടമല്ല ക്ലാസ്സിൽ പോകുമ്പോൾ. പക്ഷേ എന്നിട്ട് ഞാൻ മുടി കെട്ടാൻ ഇങ്ങനെ ട്രൈ ചെയ്യുവാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവിടെയാണെങ്കിൽ മൊത്തം ഒച്ചപ്പാടാണ്. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് നോയ്സ് ഉണ്ടെന്ന്. പക്ഷെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേറെ ഒരു വഴിയുമില്ല. അപ്പം നിങ്ങളത് ഒന്ന് ക്ഷമിച്ചേക്കൂ. എന്നിട്ട് ഞാനിങ്ങനെ മുടി കെട്ടുവാണ്. ജസ്റ്റ് കുറച്ച് എടുത്തു, എന്നിട്ട് അവരുടെ സ്ലൈഡ് കൊടുത്തു. അതേമാതിരി തന്നെയാണ് ഇപ്പോഴത്തെ സൈഡും ചെയ്യുന്നത്. അതാണ് ഞാൻ നോക്കിയിട്ട് ചെയ്യുന്നത്. ഓക്കെ. യെസ്, അങ്ങനെ ഞാൻ ഫൈനലി മുടിയും കെട്ടിക്കഴിഞ്ഞു. എൻ്റെ മൊത്തമുള്ള പരിപാടി മൊത്തം കഴിഞ്ഞു. അപ്പം ഞാൻ സന്തോഷപ്പെട്ടു. അതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഗെറ്റ് റെഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഈ സൗണ്ടിനെ കൊടുത്ത് പറ്റും. നിങ്ങൾക്കപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞു. ഇനി എനിക്ക് ജസ്റ്റ് ബാഗൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. കാരണം ലാപ്ടോപ്പ് ബുക്കൊക്കെ എടുത്ത് വയ്ക്കണം. അപ്പം ഞാൻ അത് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു. ഇനി ക്ലാസ്സിൽ പോകണം. എനിക്കാണെങ്കിൽ നല്ല വിശക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ആണെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ഉപ്പുമാവാണ്. എനിക്ക് ഉപ്പുമാവ് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ക്യാൻറ്റീനിലാണ് കഴിക്കുന്നത്. അപ്പം ഞാനിനി കോളേജിൽ പോയിട്ട് വൈകുന്നേരം വരാം. ബൈ.